നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് അർജൻറ്റീന മൗറിത്താനിയയുമായിട്ട് ഫ്രണ്ട്ലി മത്സരം കളിക്കുകയാണല്ലോ. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 4:45 ഈ മത്സരം ആരംഭിക്കുക. ഈ കളിക്ക് ലയണൽ മെസ്സി സ്റ്റാർട്ട് ചെയ്യില്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കോച്ച് ഇന്നലെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞത് മെസ്സി എന്തായാലും കളിക്കും, അത് തുടക്കം മുതലായിരിക്കുമോ സെക്കൻഡ് ഹാഫിലാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്നാണ്. ഏതായാലും ഇപ്പോൾ അർജൻറ്റീനയുടെ ട്രെയിനിങ്ങും മറ്റുമൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഗാസ് നെഡൂൽ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലയണൽ മെസ്സി ഈ കളിയും അടുത്ത കളിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. രണ്ടിലും അദ്ദേഹം കളിക്കും. മൗറിത്താനിയക്കെതിരെയും സാംബിയക്കെതിരെയും കളിക്കും. പക്ഷേ നാളത്തെ മത്സരം, അത് ഇന്നലെ പറയുകയാണ്, നാളത്തെ മത്സരത്തിൽ അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങാനാണ് കൂടുതൽ സാധ്യത. ഹുലിയൻ ആൽവാരസും നിക്കോ പാസും സ്റ്റാർട്ടേഴ്സായിട്ട് മുന്നേറ്റ നിരയിൽ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത്. ഏതായാലും അപ്പോൾ അർജൻറ്റീനയുടെ ഒരു പ്രോബബിൾ ലൈനപ്പ് TYC സ്പോർട്സ് പുറത്തുവിടുന്നുണ്ട്. ഗോൾ കീപ്പർ ആര് എന്ന കാര്യത്തിൽ ഫൈനൽ തീരുമാനത്തിലേക്ക് കോച്ച് പോയിട്ടില്ല. എമിലിയാനോ മാർട്ടിനസോ ജെറോണിമോ റുള്ളിയോ രണ്ടിലൊരാളായിരിക്കും കളിക്കുക. ഫ്രണ്ട്ലി മാച്ചാണ്, ചെറിയ ടീമാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള റൊട്ടേഷനുകളിലേക്ക് കോച്ച് പോകും. കോച്ച് അത് പറഞ്ഞിട്ടുണ്ട്. അതായത് യൂത്തും എക്സ്പീരിയൻസും ഉള്ളൊരു മിക്സ് ആയിരിക്കും കളിക്കുക എന്നുള്ളത്. അപ്പോൾ നാഹുവൽ മൊളീന, ക്രിസ്ത്യൻ റൊമേറോ, മാർക്കോസ് സെൻസി എന്നിവർ ഡിഫൻസിൽ ഉറപ്പാണ്. പിന്നെ ഇടതുപാർശ്വത്തിൽ നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ ഓർ മാർക്കോസ് അക്യൂഞ്ഞ, അക്കാര്യത്തിലൊരു ഫൈനൽ തീരുമാനം എടുത്തിട്ടില്ല. പിന്നെ മധ്യനിരയിൽ ലിയാൻഡ്രോ പെരേഡസോ ഹൂലിയാനോ സിമിയോണിയോ രണ്ടിലൊരാൾ കളിക്കും. അതേസമയം ബാക്കി രണ്ടുപേര് എൻസോ ഫെർണാണ്ടസും അലക്സിസ് മാക്കലിസ്റ്ററും കളിക്കുമെന്ന കാര്യം ഉറപ്പാണ്. പിന്നെ നിക്കോ ഗോൺസാലസ് ഓർ തിയാഗോ അൽമെയ്ഡ രണ്ടിലൊരാളായിരിക്കും മുന്നേറ്റത്തിൽ ഉണ്ടാവുക. ഒപ്പം നിക്കോ പാസും ഹുലിയൻ ആൽവാരസും. ഇതാണ് അർജൻറ്റീന ഇറക്കാൻ പോകുന്ന 11 എന്നാണ് റിപ്പോർട്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.